പാക് അധീന കാശ്മീർ പിടിക്കാൻ ഇന്ത്യ നീക്കം തുടങ്ങിയതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയതിൻ്റെയും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് POKയിൽ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. POKയുടെ അതിർത്തി മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് മൂന്നാം തവണ അധികാരമേറ്റപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ശേഷം കാശ്മീരിലുണ്ടായ സമാധാനം, കാശ്മീരിൻ്റെ വികസനം, കാശ്മീർ ലോകത്തിൻ്റെ തന്നെ ടൂറിസം ഹബ്ബായി മാറിയ സാഹചര്യം, ഈ ഘട്ടത്തിൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അവർക്ക് പാകിസ്ഥാനൊപ്പം നിൽക്കേണ്ട, അവർക്ക് ഇന്ത്യയോടൊപ്പം നിന്നാൽ മതി. അനധികൃതമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരുമ്പോൾ മാത്രമേ ഈ സർക്കാരിൻ്റെ ഉദ്യമങ്ങൾ, ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കൂ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിട്ട് അധികമായിട്ടില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ ചില ഇടപെടലുകളും ഡെവലപ്മെൻറ്റ്സും ഈ മേഖലയിൽ ഉണ്ടായത്. 2-3 ദിവസം മുമ്പാണ് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു കൃത്യമായ സന്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിക്കുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, പാക് അധീന കാശ്മീരിൽ ഹമാസിൻ്റെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. പാക് അധീന കാശ്മീരിലെ ഭീകരവാദികൾ, ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ളവർ ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് ഒളിത്താവളം ഒരുക്കുന്നുണ്ട്. എന്തോ വമ്പൻ ഗൂഢപദ്ധതി ഇവർ ആസൂത്രണം ചെയ്യുകയാണ്. പാക് അധീന കാശ്മീരിൽ നടന്ന കാശ്മീർ സോളിഡാരിറ്റി സമ്മേളനത്തിൽ ഹമാസിൻ്റെ ഭീകരന്മാർ പങ്കെടുത്തിരുന്നു. വർഷാവർഷം ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമായി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു മൂവ്മെൻ്റാണ് സോളിഡാരിറ്റി കാശ്മീർ സമ്മേളനം. പ്രതിഷേധ റാലിയും സമ്മേളനമൊക്കെയാണ്. അതിൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗവും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇന്ത്യക്കെതിരെയുള്ള വലിയ ഗൂഢാലോചനയുമൊക്കെയാണ് ഈ സോളിഡാരിറ്റി കാശ്മീരിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഇത്തവണ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ഹമാസിൻ്റെ ഭീകരന്മാർ ആ വേദിയിലെത്തി. ഹമാസിൻ്റെ ഭീകരന്മാർക്ക് വലിയ വരവേൽപ്പ് നൽകിക്കൊണ്ടാണ് ഈ മേഖലയിലേക്ക് ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഭീകരന്മാർ കൊണ്ടുവന്നത്. ഇത് അന്ന് തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ മറ്റ് പ്രകോപനങ്ങൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യ കരുതലോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് കിട്ടിയ ഇസ്രായേലിൻ്റെ സന്ദേശം വളരെ ഗൗരവമുള്ളതാണ്. അതായത് വൻതോതിലുള്ള ഹമാസ് സാന്നിധ്യം പാകിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് ഇന്ത്യ പാക് അതിർത്തിയിലും അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിലുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടാകാം, ഇതിനു പിന്നിൽ വലിയ തന്ത്രങ്ങളുണ്ടാകാം. ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ആ മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇത്തരം ഹമാസിൻ്റെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കാനായിരിക്കാം പാകിസ്ഥാനിലെ ഭീകര സംഘടന ശ്രമിക്കുന്നത്. ഹമാസിന് ഇപ്പോൾ ഒരു ഒളിയിടം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിൽക്കക്കള്ളില്ലാത്ത സാഹചര്യം. 2, ഇന്ത്യ എന്ന രാജ്യം ഇസ്രായേലിൻ്റെ ഏറ്റവും അടുപ്പമുള്ള രാജ്യമാണ്, ഏറ്റവും സൗഹൃദമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനെ ആക്രമിക്കുക അല്ലെങ്കിൽ ആ രാജ്യത്തിനെ ശത്രുപക്ഷത്തേക്ക് നിർത്തുക എന്നുള്ളത് ഹമാസിൻ്റെ ഒരു പ്രഖ്യാപിത നയം കൂടിയാവുകയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് ഹമാസിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ആരംഭിച്ചിട്ട് കാലങ്ങളേറെയായെങ്കിലും ഇതുവരെ അത് ഒരു തരത്തിലും വിജയം കണ്ടില്ല. ഇപ്പോഴിതാ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ഹമാസ് ആരംഭിച്ചു എന്നുള്ള സൂചനകൾ ലഭിച്ച സാഹചര്യത്തിലാണ് അതിർത്തികളിൽ ശക്തമായ സുരക്ഷ ഒരുക്കുന്നതിനും പാക് അധീന കാശ്മീരിനെ അധികം വൈകാതെ ഇന്ത്യയോടൊപ്പം ചേർക്കുന്നതിനുമുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക, ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളും പ്രകോപനവും സൃഷ്ടിക്കുക, ഇതായിരിക്കാം പാകിസ്ഥാനിലെ ഭരണകൂടവും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുമൊക്കെ ആഗ്രഹിക്കുന്നത്. അവരുടെ ലക്ഷ്യവും അതായിരിക്കാം. എന്തായാലും തന്നെ വളരെ ഗൗരവമായിട്ടാണ് ഇന്ത്യ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ പലതരത്തിലുള്ള കൂടിയാലോചനകളും പലതരത്തിലുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പാക് അധീന കാശ്മീരിൽ നിന്നുള്ള ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ ആ മേഖല ഇന്ത്യയുടെ കീഴിൽ വരണം. എന്നായാലും ഇന്ത്യയോടൊപ്പം വരേണ്ടതാണ്.
അങ്ങനെയെങ്കിൽ എത്രയും വേഗം ആ മേഖല ഇന്ത്യയോടൊപ്പം എത്തിച്ചേർന്നാൽ അതുമൂലം ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീഷണി, സുരക്ഷാ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഹമാസിൻ്റെ സാന്നിധ്യം POKയിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്ക കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം അമേരിക്കയ്ക്കും ആ മേഖലയിൽ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര റൂട്ട് കടന്നു പോകുന്നത് അതുവഴിയാണ്. ചൈനയുടെ അപ്രമാദിത്യമുള്ള ആ വ്യാപാര റൂട്ടിന്മേൽ പിടിമുറുക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അമേരിക്കയുടെ പിന്തുണ ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ലണ്ടനിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ ഒരു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ഉന്നയിച്ചു. കശ്മീർ വിഷയത്തിൽ എന്താണ് ഇപ്പോഴത്തെ അങ്ങയുടെ നിലപാട്? കശ്മീർ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾ എന്തുകൊണ്ടാണ് കൂടുതൽ കാര്യക്ഷമമായി നടക്കാത്തത്? അപ്പോൾ S ജയശങ്കറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കശ്മീരിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കൃത്യമായ ധാരണയുണ്ട്. കശ്മീരിനെ കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വികസന കാഴ്ചപ്പാടുണ്ട്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 ഞങ്ങൾ എടുത്തുമാറ്റി. കാശ്മീരിൽ ഞങ്ങൾ വികസനം കൊണ്ടുവന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാത കാശ്മീരിൽ ഞങ്ങൾ തുറന്നു. കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും പോകാനുള്ള സാഹചര്യമുണ്ടായി. വെടിയൊച്ചകൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ വഴിയിൽ നിന്ന് കശ്മീരിലെ യുവജനത ബിസിനസ്സിലേക്കും വിദ്യാഭ്യാസത്തിലേക്കുമൊക്കെ മാറി. എങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടേതായ ഭൂമിയുണ്ട്. അതുകൂടി ഞങ്ങളോടൊപ്പം ചേർത്താൽ മാത്രമേ ഞങ്ങളുടെ മിഷൻ പൂർത്തിയാവുകയുള്ളൂ. ഇതായിരുന്നു S ജയശങ്കർ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകന് നൽകിയ മറുപടി. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. POK എന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. POK ഇന്ത്യയ്ക്കൊപ്പം എത്രയും വേഗം ചേർക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം. അതിനുള്ള നടപടികൾ ഇന്ത്യ ആരംഭിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അധികം വൈകാതെ POKയിലേക്കുള്ള ഇന്ത്യയുടെ നടപടി ഉണ്ടാകും. ഒരു സൈനിക നടപടിയിലൂടെ അല്ലാതെ നയതന്ത്രപരമായ ഇടപെടലിലൂടെ POKയെ ഇന്ത്യക്കൊപ്പം ചേർക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും സൈനിക നടപടി ഉണ്ടാവുക. ഇപ്പോഴത്തെ ഹമാസിൻ്റെ സാന്നിധ്യം ഇന്ത്യക്ക് വീണ് കിട്ടിയ തുറുപ്പ് ചീട്ടാണ്. ഈ തുറുപ്പ് ചീട്ടിൽ പിടിച്ച് ഇന്ത്യ കയറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യ പാക് അതിർത്തിയിലെ ആ ഭൂപ്രദേശം ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണിയാണെങ്കിൽ ആ ഭൂപ്രദേശത്തിൻ്റെ അധികാരം ഇന്ത്യക്ക് വേണമെന്ന ഏറ്റവും ന്യായമായ ഒരു നിലപാടായിരിക്കും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക.